രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ തനിക്ക് അയച്ച ചാറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട് ആക്ടിവിസ്റ്റ് ജസ്ല മാടശ്ശേരി. രാഹുൽ വെറുമൊരു കോഴിയല്ലെന്നും മറിച്ച് കുരുപ്പ് പിടിച്ച കോഴിയാണെന്നുമാണ് ജസ്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് അയച്ച ചാറ്റുകൾ തെളിവായി നിരത്തിക്കൊണ്ടാണ് ജസ്ല തന്റെ ആരോപണങ്ങൾ കടുപ്പിച്ചത്. വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു പീഡന ന്യായീകരണ ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലിന്റെ ഇരട്ടത്താപ്പിനെ ജസ്ല കടന്നാക്രമിക്കുന്നത്. മാന്യന്മാരുടെ മഹാസംഗമം കണ്ട് തനിക്ക് ഓക്കാനം വരുന്നുവെന്നും നിയമസഭയിൽ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന പല മന്ത്രിപുത്രന്മാരുടെയും വസ്ത്രം വലിച്ചു പറിക്കാൻ തന്റേടമുള്ള സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. ജസ്ലയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ദീർഘവീക്ഷണം, ഒരാളുടെ പോക്ക് കണ്ടാൽ ഏതറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, കോഴികളെ കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്ന് മണക്കും. ഇതൊക്കെ എനിക്ക് അല്പം കൂടുതലുണ്ട് എന്ന അഹങ്കാരം ഉണ്ടായിരുന്നു, ചെറുതായിട്ടുണ്ട്. എവിടെ സ്റ്റോപ്പ് ഇടണം എന്ന് ഭംഗിയായി അറിയാം. ഇതിലൊരു മോശവുമില്ല, രസമായി കാണാവുന്നതേ ഉള്ളൂ. ഇത്രയും നിഷ്കളങ്കമായ ഏട്ടായിമാർ എത്രയുണ്ടെന്നോ നിങ്ങൾ വിചാരിക്കും മാങ്ങാക്കൂട്ടം മാത്രമാണെന്ന്. പെണ്ണുങ്ങളോട് പരിധി വിട്ട് വീമ്പു കളിച്ചാൽ കുറെ എണ്ണത്തിന്റെ വൃത്തികെട്ട മുഖംമൂടി അഴിച്ചുപറിച്ച് വസ്ത്രാക്ഷേപം നടത്തും. ഈ സിസ്റ്റം മാറണമെങ്കിൽ, എല്ലാത്തിനെയും വലിച്ചുപറിച്ച് കാണിക്കണമെങ്കിൽ കേരളത്തിലെ മിടുക്കികളായ നിങ്ങൾ ഇന്നോളം കാണാത്ത തന്റേടം കയ്യിലുള്ള അനേകം സ്ത്രീകളുണ്ട് ഇവിടെ. ഒരുമിച്ച് കൈചേർത്ത് പിടിച്ചാൽ പിഴുതെറിയാൻ കഴിയുന്ന അനേകം കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മാറ്റമായവർ. മാന്യതയുടെ പാവത്താന്റെ മുഖംമൂടി അണിഞ്ഞ് നിയമസഭയിലിരിക്കുന്ന മന്ത്രിപുത്രന്മാരുടെ വരെ. വെറുതെ കൊങ്ങികൾ ഓവറാക്കി ചളമാക്കേണ്ട. സ്ത്രീ പീഡന വീരന്മാരാണ് കോൺഗ്രസിന്റെ യുവ മുഖമുദ്രയായി ഇലക്ഷനുകളിൽ മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്മേൽ കയറിയാകും ആ സ്ഥാനാർത്ഥിത്വം. ആവർത്തിക്കുന്നു, രാഹുൽ വെറും കോഴിയല്ല, കുരുപ്പ് പിടിച്ച കോഴിയാണ്. മാന്യന്മാരുടെ മഹാസംഗമം കണ്ട് ഓക്കാനം വരുന്നു. വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു പീഡന ന്യായീകരണ ഇന്റർവ്യൂ. ഈ ചാറ്റ് അവിടെ വെച്ച് ഞാൻ നിർത്തിയതുകൊണ്ട് ഇതിൽ മോശമായൊന്നുമില്ല. അവൻ മോശക്കാരനല്ലെന്ന് ന്യായീകരിക്കുന്നവർക്ക് ഉപകരിച്ചേക്കാം. ഇങ്ങനെയാണ് ജസ്ലയുടെ ആ കുറിപ്പ്. എന്തായാലും ജസ്ലയുടെ വെളിപ്പെടുത്തലുകൾക്ക് മുമ്പേ കോൺഗ്രസ് സഹയാത്രികയായ എം.എ. ഷഹനാസും ഇത്തരത്തിൽ രാഹുലിനെതിരെ രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഒരു കോഴിയാണെന്ന കാര്യം പണ്ടേ അറിയാവുന്നതാണെന്നും കോൺഗ്രസിനകത്ത് ഒരു അന്വേഷണ കമ്മിറ്റി വെച്ചാൽ ഇതിന്റെ ആഴം ബോധ്യപ്പെടുമെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓരോ സ്ത്രീയെയും എങ്ങനെയാണ് തന്റെ വരുതിയിലാക്കേണ്ടതെന്ന് രാഹുലിന് നന്നായി അറിയാം. എന്നാൽ താൻ നേരത്തെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അയാളെ നിർത്തേണ്ടിടത്ത് നിർത്തിയെന്നും ഷഹനാസ് വെളിപ്പെടുത്തി. ഇത് കേവലം രാഷ്ട്രീയ വൈരാഗ്യമല്ലെന്നും മറിച്ച് സ്ത്രീകളോടുള്ള രാഹുലിന്റെ സമീപനത്തിനുള്ള പ്രശ്നമാണെന്നുമാണ് ഷഹനാസിന്റെ നിലപാട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം കോൺഗ്രസിന്റെ അജയ്യയായ യുവ നേതാവായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് രാഹുലിനെതിരെ ലൈംഗികാരോപണത്തിന്റെ മുനയുള്ള ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത്.